വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ 2014 റിലീസ് ചെയ്ത ബിഗ് ഹീറോ 6 എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു വലിയ സിറ്റിയിലെ ബിൽഡിംഗിന്റെ ഇടയിൽ വെച്ച് വെച്ചിട്ടുള്ള റിമോട്ട് റോബോട്ടിക് മത്സരം നടക്കുകയാണ്. അങ്ങനെ അതിഗംഭീരമായി ആ മത്സരം മുന്നേറുകയും ആ മത്സരത്തിൽ ഒരു റോബോട്ട് വിജയിക്കുകയും ചെയ്യുന്നു. ശേഷം ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരികയും നമ്മുടെ വിജയ് യാമ എന്ന് ഉറക്കനെ വിളിച്ചു പറഞ്ഞതിന് ശേഷം വെച്ച പണം യാമക്ക് കൊടുക്കുന്നു. ശേഷം യാമ ആർക്കാടാ എന്നോട് കളിക്കാൻ ധൈര്യമുള്ളത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വെല്ലുവിളിക്കുന്നു. അതോടെ എല്ലാവരും പേടിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനിടെ സിനിമയിലെ നായകനായ ഹീറോ എന്ന പയ്യൻ അങ്ങോട്ടേക്ക് വരികയും ഞാനുണ്ട് കളിക്കാൻ എന്നും അവൻ പറയുന്നു. അതോടെ അവന്റെ കയ്യിലുള്ള റോബോട്ടൊക്കെ കണ്ട് യാമ പൊട്ടിച്ചിരിക്കുകയാണ്. ഇതിനിടെ യാമ ഇത് കളിക്കാൻ പണമൊക്കെ വേണം എന്ന് പറയുമ്പോൾ പണം ഉണ്ട് എന്ന് ഹീറോ പറയുകയും അതോടെ അവർ രണ്ടുപേരും ഫൈറ്റ് ആരംഭിക്കാനും തുടങ്ങുന്നു. അതോടെ ഫൈറ്റ് തുടങ്ങുകയും ഹീറോയുടെ റോബോട്ട് അതിന്റെ അടുത്ത് പോയതും മേലേക്ക് വലിച്ചെറിഞ്ഞ് അതിനെ വെട്ടി അങ്ങ് ഇടുന്നു. അതോടെ ഹീറോ തോറ്റിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് യാമ പൊട്ടിച്ചിരിക്കുന്നു. ഇതിനിടെ ഹീറോ ഒരു തവണ കൂടെ കളിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ യാമ അതിന് സമ്മതിക്കുന്നില്ല. അതോടെ ഹീറോ കൂടുതൽ പണം എടുക്കുകയും അത് കണ്ട യാമ വീണ്ടും അവനോട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതോടെ അവർ വീണ്ടും ഫൈറ്റ് തുടങ്ങുകയും പൊട്ടിയ ഹീറോയുടെ റോബോട്ട് ശരിയാവുകയും ഹീറോ അതിന്റെ ഫേസ് മാറ്റുകയും ശേഷം സ്പീഡിൽ ഫൈറ്റ് ചെയ്യാനും തുടങ്ങുന്നു. ഇതിനിടെ യാമ അവനെ വെട്ടുന്നുണ്ടെങ്കിലും അതൊന്നും അവന് കൊള്ളുന്നില്ല. അതോടെ അവൻ യാമയുടെ റോബോട്ടിന്റെ മേലേക്ക് കയറുകയും അതിന്റെ കൈയൊക്കെ മുറിച്ച് മറ്റേ കൈയും അടിച്ചു പൊട്ടിക്കുന്നു. ശേഷം റോബോട്ടിന്റെ തലയിൽ കയറി അതും പൊട്ടിച്ചു കളയുന്നു. അതോടെ യാമയുടെ റോബോട്ട് തീർന്നിരിക്കുകയാണ്. ശേഷം ഹീറോ അതിന്റെ ഫേസ് വീണ്ടും മാറ്റുകയും അവൻ ജയിച്ച പണം എടുക്കുകയും ചെയ്യുന്നു. ഇതിനിടെ യാമ അവന് നേർക്ക് തിരിയുകയും അവന്റെ റോബോട്ടിനെ പിടിച്ചു മേടിച്ചതിന് ശേഷം അവനെ അടിക്കാൻ ആളുകളെയും വിടുന്നു. അതോടെ ആളുകൾ അവനെ തല്ലാൻ വരുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അവന്റെ ചേട്ടൻ ടഡാശി വരികയും അവനെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഹീറോ റിമോട്ട് ഉപയോഗിച്ച് അവന്റെ റോബോട്ടിനെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ഇതിനിടെ അവന്റെ ചേട്ടൻ ടഡാശി അവനെ വഴക്ക് പറയുകയും റോബോട്ടിക് ഫൈറ്റ് ഇല്ലീഗൽ ആണെന്നൊക്കെ പറഞ്ഞ് നിനക്ക് ഇത്രയും പ്രായമായിട്ടും നീ ഇതാണ് ചെയ്യുന്നത് ഇപ്പോഴും എന്നൊക്കെ ടഡാശി പറയുമ്പോൾ റോബോട്ടിക് ഫൈറ്റ് ഇല്ലീഗൽ ആണെങ്കിലും നല്ല പണം കിട്ടുമെന്നും ഹീറോ പറയുമ്പോൾ മുന്നിൽ ആ സമയം തന്നെ പോലീസും എത്തുന്നു. അതോടെ പോലീസ് അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കുകയും അതോടെ അവരുടെ ആന്റി കേസ് വന്ന് അവരെ ജയിലിൽ നിന്നും ഇറക്കുകയും ചെയ്യുന്നു. ശേഷം നിങ്ങൾ ഓക്കെ ആണെന്നൊക്കെ കേസ് ചോദിക്കുകയും ശേഷം ചെവിക്ക് പിടിച്ച് വണ്ടിയിൽ കയറ്റുകയും ചെയ്യുന്നു. ഇവരുടെ പേരൻസ് മരിച്ചത് കൊണ്ട് കേസ് എന്ന ആന്റിയാണ് ഇവരെ നോക്കുന്നത്. ഇതിനിടെ അവർ വീട്ടിൽ എത്തുകയും ഒരുപാട് വഴക്ക് പറഞ്ഞതിന് ശേഷം അവർ വീട്ടിലേക്ക് കയറുന്നു. താഴെ ഹോട്ടലും മുകളിൽ റൂമും അങ്ങനെയാണ് ഇവരുടെ വീട്. ഇതിനിടെ അവരുടെ ആന്റി ദേഷ്യം കൊണ്ട് ഫുഡൊക്കെ തിന്നു തീർക്കുന്നുണ്ട്. ശേഷം ഹീറോയും അവന്റെ ചേട്ടനും റൂമിലേക്ക് പോവുകയും അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹീറോ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവന്റെ ചേട്ടൻ ഇന്ന് നീ പോലീസ് പിടിച്ചത് കണ്ടില്ലേ, ഇനി ഒരിക്കലും റോബോട്ട് ഫൈറ്റിംഗിൽ പോവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ ഹീറോ കമ്പ്യൂട്ടറിൽ അടുത്ത റോബോട്ടിക് ഫൈറ്റിന്റെ ലൊക്കേഷനൊക്കെ നോക്കി പോവാൻ റെഡി ആവുമ്പോൾ ചേട്ടൻ അവനെ പിടിച്ചു വെക്കുകയും നീ ഈ ബുദ്ധിയും വെച്ച് ഇങ്ങനെ പഠിക്കാതെ ഇങ്ങനെ നടന്നു എന്ന് ടഡാശി പറയുമ്പോൾ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച കാര്യം തന്നെയാണ് പഠിപ്പിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ അവൻ ചേട്ടനോട് പറയുമ്പോൾ അമ്മയും അച്ഛനും ഉണ്ടെങ്കിൽ നീ ഇങ്ങനെ ആവില്ലായിരുന്നു എന്ന് ടഡാശി പറയുകയും അതോടെ അവർ പണ്ടേ മരിച്ചതല്ലേ എന്ന് ഹീറോയും പറയുന്നു. അതോടെ അവന്റെ ചേട്ടൻ ടഡാശി റോബോട്ടിക് ഫൈറ്റിനെ ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പോകുന്നു. ഇതിനിടെ ഹീറോ നോക്കുമ്പോൾ ടഡാശി അവനെ കൊണ്ടുപോകുന്നത് ടഡാശി പഠിക്കുന്ന റോബോട്ടിക് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ശേഷം ടഡാശി അവനെ അവന്റെ ലാബിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഹീറോ ഞെട്ടിപ്പോകുന്നു. ഇതിനിടെ അവൻ ഒരു ബൈക്ക് കാണുകയും ഇലക്ട്രോ മാഗ്നറ്റിക് സസ്പെൻഷൻ ഉള്ള ബൈക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് ഹീറോ പറയുമ്പോൾ അവിടെയുള്ള പെണ്ണ് നീ ആരാണെന്ന് ചോദിക്കുന്നു. അതോടെ ടഡാശി അങ്ങോട്ടേക്ക് വരികയും ഇതെന്റെ അനിയൻ ഹീറോ ആണെന്ന് പറയുകയും ഇതിനിടെ അവൾ എന്റെ പേര് ഗോഗോ എന്നും പറയുന്നു. ശേഷം അവൾ അതിന്റെ ടയറൊക്കെ കഴിച്ച് അവിടെ ഇടുന്നു. അതോടെ ഹീറോ മറ്റൊരാളെ കാണാൻ പോവുകയും എന്റെ പേര് വസാബി, ഞാൻ കണ്ടുപിടിച്ചത് ലേസറിലൂടെ എല്ലാ സാധനവും കടലാസ് പോലെ കട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവൻ പറഞ്ഞു കൊടുക്കുന്നു. ഇതിനിടെ ഒരു പെണ്ണ് അങ്ങോട്ടേക്ക് വരികയും അവൾ കണ്ടുപിടിച്ചത് അവന് കാണിച്ചു കൊടുക്കുന്നു. ഹീറോ നോക്കുമ്പോൾ അവൾ വലിയൊരു ഇരുമ്പ് ബോൾ എടുക്കുകയും ശേഷം അവൾ ലാബിൽ നിന്നും എന്തൊക്കെയോ ഉണ്ടാക്കി അതിന്റെ മേലേക്ക് സ്പ്രേ ചെയ്യുന്നു. എന്നിട്ടത് അവൾ തൊട്ടപ്പോൾ അത് പൊടിയായി പോകുന്നു. ഇതിനിടെ ഹീറോ അത് കൊള്ളാമല്ലോ എന്ന് പറയുകയും നിന്റെ പേരെന്താണെന്ന് ചോദിക്കുകയും എന്റെ പേര് ഹണി ലെമൺ ആണെന്നും അവൾ പറയുന്നു. ഇതിനിടെ രാക്ഷസനെ പോലത്തെ ഒരുത്തൻ ബാക്കിൽ നിന്നും വരികയും എന്റെ പേര് ഫ്രെഡ് ആണെന്നും അവൻ പറയുന്നു. ഇതിനിടെ ഹീറോ നീ എന്താണ് കണ്ടുപിടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവൻ ആ സ്യൂട്ട് വെച്ച് പല അഭ്യാസങ്ങളും കാണിക്കുന്നു. അതോടെ ഹീറോയ്ക്ക് അവൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. ശേഷം അവൻ ബാലരമ പോലത്തെ ഒരു ബുക്ക് എടുത്ത് ഇതിലുള്ള തീയൂതുന്ന മോൺസ്റ്റർ ആവാനാണ് എന്റെ ആഗ്രഹം എന്ന് അവൻ പറയുന്നു. അതോടെ ഹീറോ ടഡാശിയുടെ റൂമിലേക്ക് പോവുകയും നീ എന്താണ് കണ്ടുപിടിച്ചത് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൻ ഒരു പ്ലാസ്റ്റർ എടുത്ത് ഹീറോയുടെ കൈയിന്മേൽ ഒട്ടിച്ചതിന് ശേഷം അത് വലിച്ചിളക്കുന്നു. അതോടെ ഹീറോയ്ക്ക് വേദനയാവുകയും ഔ എന്ന് പറയുകയും ചെയ്യുന്നു. അതോടെ ബലൂൺ പോലെയുള്ള റോബോട്ട് പൊങ്ങി വരികയും അത് അവന്റെ അടുത്തേക്ക് നടന്നു വരികയും ചെയ്യുന്നു. ഹലോ, എന്റെ പേര് ബേമാക്, നിങ്ങളുടെ ആരോഗ്യം ചെക്ക് ചെയ്യുന്ന ഒരു റോബോട്ടാണ് എന്നൊക്കെ അത് പറയുകയും നിങ്ങൾ ഔ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നും ബേമാക്സ് പറയുന്നു.
ശേഷം ബെയ്മാക്സ് നിങ്ങളുടെ ഫീലിംഗ്സ് 1 മുതൽ 10 വരെ അളന്നാൽ നിങ്ങൾ ഏതായിരിക്കും എടുക്കുക എന്ന് ബെയ്മാക്സ് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും മിണ്ടുന്നില്ല. അതോടെ ബെയ്മാക്സ് അവനെ സ്കാൻ ചെയ്യുകയും അവന്റെ കയ്യിന് പരിക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ മരുന്നടിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ടഡാഷി ഇതൊക്കെ സ്റ്റോർ ചെയ്തത് ഈ ചിപ്പിലാണെന്ന് പറഞ്ഞ് അത് കാണിച്ചു കൊടുക്കുകയും ഹീറോ അത് നോക്കിയതിനു ശേഷം അത് ക്ലോസ് ആക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ഹീറോ ബെയ്മാക്സിന്റെ ക്യാമറയൊക്കെ ശ്രദ്ധിക്കുകയും അവനെ ഉണ്ടാക്കിയത് എന്ത് വെച്ചിട്ടാണെന്നൊക്കെ അവൻ നോക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ടഡാഷി 1000 കിലോ വരെ നിസ്സാരമായി പൊക്കുമെന്നൊക്കെ ടഡാഷി പറയുമ്പോൾ ഹീറോ ഇതൊക്കെ കേട്ട് ഞെട്ടിപ്പോകുന്നു. ശേഷം റോബോട്ട് അവനൊരു ലോലിപോപ്പ് കൊടുക്കുകയും എന്റെ ചികിത്സയിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് റോബോട്ട് ചോദിക്കുമ്പോൾ ഹീറോ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറയുകയും അതോടെ ബെയ്മാക്സ് വീണ്ടും പെട്ടിയിലേക്ക് പോവുകയും ഓഫ് ആവുകയും ചെയ്യുന്നു. ഇതിനിടെ ടഡാഷിയുടെ പ്രൊഫസർ അങ്ങോട്ടേക്ക് വരികയും ഹീറോയിനെ പരിചയപ്പെടുകയും ചെയ്യുന്നു. ഇതിനിടെ അയാൾ അവന്റെ മിനി റോബോട്ടിനെ കാണുകയും അത് നോക്കിക്കൊണ്ട് എന്റെ മകൾക്കും ചെറുപ്പത്തിൽ വളരെ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇതിനിടെ ഹീറോ എന്റെ റോബോട്ട് പൊളിയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിക്കുമ്പോൾ അവന്റെ ചേട്ടൻ ഇയാളാണ് ഈ മിനി റോബോട്ടിനെയൊക്കെ കണ്ടുപിടിച്ചത് എന്ന് പറയുകയും അതോടെ ഹീറോ ഞെട്ടിയതിനു ശേഷം അപ്പോ നിങ്ങളാണോ റോബർട്ട് കലഹാൻ എന്നൊക്കെ ഹീറോ ചോദിക്കുമ്പോൾ അതേ എന്നും പ്രൊഫസർ പറയുന്നു. അതോടെ ഹീറോയും ടഡാഷിയും പുറത്തേക്ക് പോകുന്നു. ഇതിനിടെ ടഡാഷി ഇനി നിന്റെ റോബോട്ടിക് ഫൈറ്റിന് പോവാമെന്ന് പറയുമ്പോൾ എനിക്ക് അതൊന്നും വേണ്ട, എനിക്കും ഇവിടെ കയറണം എന്ന് ഹീറോ പറയുകയും ഇവിടെ കയറാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ചോദിക്കുന്നു. അതോടെ ഇത് കേട്ട ടഡാഷിക്ക് സന്തോഷമാവുകയും എല്ലാ കൊല്ലവും ഇവിടെ ഒരു മത്സരം നടക്കും, അതിൽ നീ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കണ്ടുപിടിക്കണം, റോബോട്ട് പോലെയുള്ള എന്തെങ്കിലും, അതിൽ നീ ഫസ്റ്റ് അടിച്ചാൽ ഇവിടെ കയറാമെന്ന് ടഡാഷി പറഞ്ഞു കൊടുക്കുന്നു. അതോടെ അവൻ പെൻസിലൊക്കെ എടുത്ത് റെഡി ആവുകയും അവൻ ഒരുപാട് ആലോചിക്കുന്നുണ്ടെങ്കിലും ഒരു ഐഡിയയും അവനെ കിട്ടുന്നില്ല. അതോടെ ടഡാഷി അങ്ങോട്ടേക്ക് വരികയും അവനെ ഒന്ന് ചില്ലാക്കാൻ വേണ്ടി എടുത്ത് കറക്കുന്നു. ഇതിനിടെ അവൻ അവന്റെ റോബോട്ടിനെ തലകീഴായി കാണുകയും അതോടെ അവന് എന്തോ ഐഡിയ കിട്ടുകയും ചെയ്യുന്നു. ശേഷം അവൻ പണിപ്പുരയിലേക്ക് പോവുകയും ദിവസങ്ങളോളം പണിവിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവനങ്ങനെ കഷ്ടപ്പെട്ട് കുറെ ബോക്സിൽ എന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതോടെ പ്രോഗ്രാമിന്റെ ദിവസമാവുകയും ഹീറോ അവൻ ഉണ്ടാക്കിയ സാധനവും എടുത്ത് പ്രോഗ്രാമിന്റെ അങ്ങോട്ടേക്ക് പോവുകയും ഇതിനിടെ അവനെ സഹായിക്കാൻ ടഡാഷിയുടെ ഫ്രണ്ട്സും ഉണ്ട്. ശേഷം അവൻ സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തുകയും അടുത്തതായി പെർഫോം ചെയ്യുന്നത് ഹീറോ ഹമദയാണെന്നൊക്കെ അവിടെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട ഹീറോ ഒരുപാട് ടെൻഷൻ ആവുകയും അവന്റെ ടെൻഷൻ മാറ്റാൻ വേണ്ടി ഫ്രണ്ട്സ് ഒക്കെ കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയും ശേഷം അവനെ പ്രോത്സാഹിപ്പിക്കുകയും അവർ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അതോടെ അവൻ ധൈര്യം സംഭരിച്ച് സ്റ്റേജിലേക്ക് കയറുകയും എന്റെ പേര് ഹീറോ എന്ന് പറയുകയും ഞാൻ ഇന്ന് പെർഫോം ചെയ്യുന്നത് ഇതാണ് എന്ന് പറഞ്ഞതിനു ശേഷം തലയിൽ ട്രാൻസ്മിറ്റർ എടുത്ത് വെക്കുകയും ശേഷം പോക്കറ്റിൽ നിന്നും ചെറിയൊരു മുത്തെടുത്ത് ഇതാണ് മൈക്രോബോട്ട് എന്നും പറയുന്നു. അതോടെ ആൾക്കാർ ഇതാണ് ഇവന്റെ കണ്ടുപിടുത്തം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. അതോടെ അവന്റെ ചേട്ടൻ അവനെ പ്രോത്സാഹിപ്പിക്കുകയും അതോടെ അവൻ ധൈര്യത്തോടെ ഇത് ഒരെണ്ണം കണ്ടാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് മുഴുവൻ മൈക്രോബോട്ടിനെയും അങ്ങോട്ടേക്ക് വലിച്ചെടുക്കുന്നു. അതോടെ ഇതൊക്കെ കണ്ട് അവിടെയുള്ള എല്ലാ ആൾക്കാരും അത്ഭുതപ്പെട്ട് അങ്ങോട്ടേക്ക് വരികയും അവൻ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നു. മൈക്രോബോട്ട് കൺട്രോൾ ചെയ്യുന്നത് ഈ ട്രാൻസ്മിറ്റർ വെച്ചാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഊരുമ്പോൾ അതവിടെ ജീവനില്ലാത്തതുപോലെ വീഴുകയും അത് വെക്കുമ്പോൾ അത് പൊങ്ങി വരികയും ചെയ്യുന്നു. ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന എന്തും ഇതിന് ചെയ്യാൻ പറ്റും. ശേഷം അവൻ അത് വെച്ച് പല അഭ്യാസങ്ങളും കാണിച്ചു കൊടുക്കുകയും അവൻ അത് വെച്ച് ഫാസ്റ്റായി യാത്ര ചെയ്യുന്നതൊക്കെ കാണിച്ചു കൊടുക്കുകയും ശേഷം അവൻ സ്റ്റേജിലേക്ക് വീണ്ടും എത്തുകയും ഇതാണ് എന്റെ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞ് അവൻ അവിടെ അവസാനിപ്പിക്കുമ്പോൾ എല്ലാവരും കൈയടിക്കുന്നു. അതോടെ അവൻ സ്റ്റേജിൽ നിന്നും ഇറങ്ങിയതും അവന്റെ ചേട്ടനും ഫ്രണ്ട്സും ഒക്കെ ഒരുപാട് സന്തോഷിക്കുന്നു. ഇതിനിടെ അങ്ങോട്ടേക്ക് ഒരു കമ്പനിയുടെ മുതലാളി അങ്ങോട്ടേക്ക് വരികയും അവന്റെ കയ്യിൽ നിന്നും ആ മൈക്രോബോട്ട് വാങ്ങിയതിനു ശേഷം ഇത് അടിപൊളിയാണല്ലോ, നീ ഇത് ഞങ്ങൾക്ക് വിൽക്കുന്നു എന്നൊക്കെ അയാൾ ചോദിക്കുകയും ഇതിനിടെ പ്രൊഫസർ അങ്ങോട്ടേക്ക് വരികയും നീ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചത് കണ്ടവർക്ക് വിൽക്കുവാണോ, ഇത് നീ ഇനിയും ഫോക്കസ് ചെയ്താൽ ഇതിൽ നിനക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇനിയും കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ പ്രൊഫസർ പറയുന്നു. ഇവരുടെ സംസാരത്തിൽ തന്നെ ഇവർക്കുള്ളിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനിടെ കമ്പനിയുടെ മുതലാളി നീ വെറും ഒരു 14 വയസ്സുകാരനാണ്, നീ ഇതെനിക്ക് വിൽക്കുവാണെങ്കിൽ നീ ജീവിതത്തിൽ ഇതുവരെ കാണാത്ത എത്രയും പണം ഞാൻ നിനക്ക് തരും, നിനക്ക് ആ പണം മനസ്സിൽ ആലോചിക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ മുതലാളി പറയുന്നുണ്ടെങ്കിലും വിൽക്കുന്നില്ല എന്ന് ഹീറോയും പറയുന്നു. അതോടെ അയാൾ അവിടെ നിന്നും പോകുമ്പോൾ നേരത്തെ മേടിച്ച മൈക്രോബോട്ട് തിരിച്ചു മേടിക്കുകയും ചെയ്യുന്നു. അതോടെ പ്രൊഫസർ നീ റോബോട്ടിക് യൂണിവേഴ്സിറ്റിയിലേക്ക് സെലക്ട് ആയി എന്ന് പറയുകയും അതോടെ അവൻ ഒരുപാട് സന്തോഷിക്കുകയും കൂട്ടുകാരോടൊപ്പം ആഘോഷിക്കുകയും ചെയ്യുന്നു. ശേഷം കാണിക്കുന്നത് ടഡാഷിയും ഹീറോയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇതിനിടെ ഹീറോ നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയാം, ഞാൻ അടിപൊളിയായി ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഹീറോ സ്വയം പൊക്കി അടിക്കുമ്പോൾ നീ സ്റ്റേജിൽ കയറുമ്പോൾ നിന്റെ പാന്റിന്റെ സിബ് തുറന്നായിരുന്നു ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും അതോടെ ഹീറോ സത്യം പറയാൻ പറയുമ്പോൾ നീ അടിപൊളിയായി ചെയ്തു എന്ന് ചേട്ടൻ പറയുന്നു. ഇതേസമയം എമർജൻസി അലാറം കേൾക്കുകയും അവർ രണ്ടുപേരും ഓടിച്ചെന്ന് നോക്കുമ്പോൾ പരിപാടി നടന്ന ഹാള് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ഒരു പെണ്ണ് പൊള്ളലേറ്റ് അങ്ങോട്ടേക്ക് ഓടി വരുമ്പോൾ ടഡാഷി അവളെ പിടിക്കുകയും എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല, പക്ഷേ ഇപ്പോഴും പ്രൊഫസർ കാലഹാൻ ഇതിന്റെ ഉള്ളിലാണ് ഉള്ളത് എന്ന് പറയുകയും അതോടെ ടഡാഷി ഉള്ളിലേക്ക് പോവാൻ നോക്കുമ്പോൾ ഹീറോ അവനെ പിടിച്ചു വെക്കുന്നു. അതോടെ അവന്റെ ചേട്ടൻ പ്രൊഫസർ ഉള്ളിലാണ് ഉള്ളത് എന്ന് പറയുകയും എനിക്ക് അയാളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് ഓടുന്നു. അതോടെ പുറകെ ഹീറോയും ഓടാൻ നോക്കുമ്പോൾ ബിൽഡിംഗ് മുഴുവനായി പൊട്ടിത്തെറിക്കുന്നു. ശേഷം അവൻ എണീറ്റ് നോക്കുമ്പോൾ ബിൽഡിംഗ് മുഴുവനായി കത്തിയിരിക്കുകയാണ്. അതോടെ അവൻ ടഡാഷി എന്ന് വിളിച്ച് കരയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബോഡി മുഴുവനായി കത്തിപ്പോയത് കൊണ്ട് ടഡാഷിയുടെയും പ്രൊഫസർ കലഹാന്റെയും ഫോട്ടോയൊക്കെ വെച്ച് അവർ അന്ത്യകർമ്മം ചെയ്യുകയും ഹീറോയിൻ
ഹീറോയിന്റെ ആന്റിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ടഡാഷിയുടെ ഫ്രണ്ട്സ് വന്നിരിക്കുന്നതുമാണ്. ഇതിനിടെ ഹീറോ മുകളിൽ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ്. ടഡാഷി മരിച്ചിട്ട് കുറെ ദിവസമായിട്ടും ഹീറോയ്ക്ക് ആ സങ്കടം മാറിപ്പോയിട്ടില്ല. ഇതിനിടെ ആന്റി കാസ് അങ്ങോട്ടേക്ക് വരികയും അവനെ കഴിക്കാൻ ഫുഡ് കൊണ്ടുകൊടുക്കുമ്പോൾ ഇന്നലെ വെച്ച ഫുഡും അവൻ കഴിച്ചിട്ടില്ല എന്ന് കാസിന് മനസ്സിലാവുന്നു. ഇതിനിടെ കാസ് റോബോട്ടിക് യൂണിവേഴ്സിറ്റിയിലെ അവന് ജോയിൻ ചെയ്യാനുള്ള ലെറ്റർ അവിടെ കാണുകയും നീ കോളേജിൽ ചേർന്നാൽ ഈ മൂഡ് ഓഫ് ഒക്കെ മാറിക്കിട്ടുമെന്ന് ആന്റി പറയുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അതോടെ ഹീറോ ആ ലെറ്റർ എടുക്കുകയും അത് വേസ്റ്റ് ബിന്നിലേക്ക് ഇടുകയും ചെയ്യുന്നു. ശേഷം അവൻ അവന്റെ മിനി റോബോട്ടിനെ എടുക്കുകയും ഇതിനിടെ അത് മുറിഞ്ഞ് കാലിലേക്ക് വീഴുന്നു. അതോടെ അവനെ വല്ലാതെ വേദനിക്കുകയും ഔ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടെ ബൈമാക്സ് ഓണായി വരികയും അത് അവന്റെ അടുത്തേക്ക് നടന്നു വരികയും ചെയ്യുന്നു. ഹായ്, എന്റെ പേര് ബൈമാക്സ്, നിങ്ങളുടെ ആരോഗ്യം നോക്കുന്ന കൂട്ടുകാരൻ. ഞാൻ വന്നത് നിങ്ങൾ ഔ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. നിങ്ങളെ വേദന 1 മുതൽ 10 വരെ അളന്നാൽ നിങ്ങൾ ഏതായിരിക്കും സെലക്ട് ചെയ്യുക എന്ന് ബൈമാക്സ് ചോദിക്കുമ്പോൾ 0 എന്ന് ഹീറോ പറയുന്നു. എനിക്കൊന്നുമില്ലടാ, നീ പൊക്കോ എന്നൊക്കെ ഹീറോ പറയുമ്പോൾ നിന്റെ കാലിനാണോ പ്രശ്നം എന്ന് ബൈമാക്സ് ചോദിക്കുകയും അവനെ സ്കാൻ ചെയ്യുകയും ചെയ്യുന്നു. ശേഷം നിനക്ക് ശരീരത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുകയും നിനക്ക് മെന്റലി ആണ് പ്രശ്നം എന്ന് പറയുകയും നീ എന്താണ് ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നത് എന്നൊക്കെ ബൈമാക്സ് ചോദിക്കുമ്പോൾ ഹീറോ എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുകയും ബൈമാക്സിനെ തള്ളി പെട്ടിയിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ ഹീറോ അവിടെ വീഴുകയും അവൻ മൈക്രോബോട്ടിന്റെ പ്രോഗ്രാമിനിട്ട ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും മൈക്രോബോട്ടിനെ കിട്ടുകയും അവൻ നോക്കുമ്പോൾ അത് ഇളകുന്നതായും കാണുന്നു. ഇതിനിടെ ബൈമാക്സ് അതെന്താണെന്നൊക്കെ ചോദിക്കുകയും അത് മൈക്രോബോട്ടാണെന്നൊക്കെ ഹീറോ പറയുകയും ഇത് കുറെ എണ്ണം ഉണ്ടാവും, ബാക്കിയൊക്കെ കത്തിപ്പോയി, അതുകൊണ്ടാവും ഇത് ഇളകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഹീറോ അതിനെ ഒരു കുപ്പിയിൽ അടച്ചു വെക്കുന്നു. ശേഷം ഹീറോ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബൈമാക്സ് ആ കുപ്പി എടുക്കുകയും അത് നീക്കി നോക്കുമ്പോൾ അത് ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് പോവാൻ ശ്രമിക്കുന്നത്. അതോടെ ബൈമാക്സ് ഹീറോയുടെ അടുത്തേക്ക് വരികയും നിന്റെ ഈ കുഞ്ഞു റോബോട്ട് എവിടെയോ പോവാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയും ഞാനത് കണ്ടുപിടിച്ചാൽ മൂഡ് ഓഫ് മാറുമോ എന്നൊക്കെ ബൈമാക്സ് ചോദിക്കുമ്പോൾ പണി ചെയ്യുന്നതിന്റെ ഇടയിലായതുകൊണ്ട് ഹീറോ വെറുതെ ആദ്യം എന്നൊക്കെ പറഞ്ഞു വിടുന്നു. അതോടെ ഹീറോ പുറത്തെ വാതിൽ തുറക്കുന്ന സൗണ്ട് കേൾക്കുകയും അതോടെ അവൻ ബൈമാക്സ് എന്നൊക്കെ വിളിച്ചു നോക്കുകയും ഇതിനിടെ അവൻ ജനാലയിലൂടെ നോക്കുമ്പോൾ ബൈമാക്സ് റോഡിലൂടെ നടന്നു പോകുന്നതും കാണുന്നു. ബൈമാക്സ് നടക്കുന്നത് റോഡിലെ വണ്ടിയൊന്നും നോക്കാതെയാണ്. അതോടെ ഹീറോ ഇതൊക്കെ കണ്ട് ചാടി ഇറങ്ങി ഓടുകയും ഇതിനിടെ ആന്റി കാസിനെ കാണുകയും അതോടെ അവൻ കൂളായി ഒക്കെ ആന്റി കാസിനോട് സംസാരിക്കുകയും ഞാനിപ്പോ വരാമെന്നൊക്കെ പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി അവിടെ നിന്നും ഓടുന്നു. ഇതിനിടെ ബൈമാക്സിനെ കാണിക്കുകയും ബൈമാക്സ് എല്ലാവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഹീറോ ഓടി വരികയും അവൻ നോക്കുമ്പോൾ ബൈമാക്സ് വണ്ടിയിൽ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ ഓടി ഒടുവിൽ ബൈമാക്സിന്റെ അടുത്തെത്തുകയും അവൻ നോക്കുമ്പോൾ ബൈമാക്സ് ഒരു പഴയ ബിൽഡിങ്ങിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. അതോടെ അവൻ ബൈമാക്സിനോട് ചൂടാവുകയും നിനക്ക് വട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളുടെ റോബോട്ട് ഇങ്ങോട്ടാണ് പോവാൻ നോക്കുന്നത് എന്നൊക്കെ ബൈമാക്സ് പറയുകയും അതോടെ ഹീറോ അത് മേടിച്ച് എറിയാൻ നോക്കുമ്പോൾ അവനും അത് ശ്രദ്ധിക്കുന്നു. ഇതിനിടെ ഹീറോ ഇവിടെ പൂട്ടിയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ മുകളിൽ ഒരു ജനാലയുണ്ടെന്ന് പറയുകയും അതോടെ അവൻ ബൈമാക്സിന്റെ മുകളിൽ കയറി അതിന്റെ മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. ഇതിനിടെ ഹീറോ നോക്കുമ്പോൾ ബൈമാക്സ് അങ്ങോട്ടേക്ക് ചാടി കയറുകയും അവിടെ സ്റ്റക്ക് ആവുകയും ചെയ്യുന്നു. അതോടെ ബൈമാക്സ് എയർ കുറക്കുകയും ഹീറോ അവനെ വലിച്ച് കയറ്റുകയും ചെയ്യുന്നു. അതോടെ ബൈമാക്സ് എയർ അടിക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് പറയുമ്പോൾ ഹീറോ മുന്നോട്ട് നടക്കുകയും അവൻ നോക്കുമ്പോൾ അവൻ കണ്ടുപിടിച്ച മൈക്രോബോട്ട് ആരോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവൻ മുന്നോട്ട് നോക്കുമ്പോൾ ലക്ഷക്കണക്കിന് മൈക്രോബോട്ട്സ് ഉണ്ടാക്കി അവിടെ വെച്ചിരിക്കുകയാണ്. ഇതിനിടെ അവൻ ചുമരിൽ ഒട്ടിച്ചു വെച്ചതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ബൈമാക്സ് അങ്ങോട്ടേക്ക് വരികയും അതോടെ ഹീറോ പേടിച്ച് ഇപ്പോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നേനെ എന്നൊക്കെ പറയുമ്പോൾ പുറകിൽ നിന്നും എല്ലാ മൈക്രോബോട്ടും പൊങ്ങി വരികയും അതോടെ ഹീറോയും ബൈമാക്സും ഓടുകയും ചെയ്യുന്നു. ഇതിനിടെ ബൈമാക്സിനോട് വാതിൽ ചവിട്ടി പൊളിക്കാനൊക്കെ പറയുന്നുണ്ടെങ്കിലും ബൈമാക്സിന് അതൊന്നും പറ്റുന്നില്ല. അതോടെ അവന്റെ അടുത്തേക്ക് മൈക്രോബോട്ട് വരുന്നത് കണ്ട് അവൻ ബൈമാക്സിനെ കൂട്ടി വീണ്ടും ഓടുകയും അതോടെ അവൻ തെറിച്ച് മുകളിലേക്കൊക്കെ എത്തുകയും അവൻ നോക്കുമ്പോൾ മുഖംമൂടിയിട്ട ഒരാളാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. ശേഷം അയാൾ അവനെ ആക്രമിക്കുകയും അതോടെ ബൈമാക്സും ഹീറോയും ജനാലയിലൂടെ തെറിച്ചു പോകുമ്പോൾ ബൈമാക്സ് ഹീറോയെ പിടിക്കുകയും എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ശേഷം അവൻ നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. ശേഷം അവൻ ഒരാൾ മാസ്കും ഇട്ട് മൈക്രോബോട്ട്സ് വെച്ച് ആക്രമിക്കാൻ നോക്കിയെന്നൊക്കെ പറയുമ്പോൾ പോലീസ് അതൊന്നും വിശ്വാസം വരാതെ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബൈമാക്സ് അവന്റെ മേലെ വീണ ഓട്ടയൊക്കെ അവിടെയുള്ള ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് അടക്കുന്നു. ഇതിനിടെ സാക്ഷി ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോൾ ഇവനുണ്ടെന്ന് പറയുകയും ബൈമാക്സ് എല്ലാ കാര്യവും പോലീസിനോട് പറയാൻ ഹീറോ പറയുമ്പോൾ ബൈമാക്സ് പറയാൻ പോയതും അവന്റെ ബാറ്ററി ലോ ആയി പോകുന്നു. അതോടെ അവന് സംസാരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റുന്നില്ല. അതോടെ പോലീസുകാരൻ രക്ഷിതാക്കളുടെ നമ്പർ കൊടുക്കാൻ പറയുകയും അതോടെ ഹീറോ അവിടെ നിന്ന് സ്ഥലം വിടുകയും ചെയ്യുന്നു. ശേഷം അവൻ വീട്ടിലേക്ക് എത്തുകയും അവന്റെ ആന്റി അറിയാതെ ബൈമാക്സിനെ ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ ബൈമാക്സ് ഓരോ കോപ്രായങ്ങളൊക്കെ പറയുകയും അതോടെ ഹീറോ എങ്ങനെയൊക്കെയോ അവനെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയും ചാർജ് ചെയ്യാനും ഇടുന്നു. അതോടെ ഹീറോ അവിടെ കിടക്കുകയും ഇതിനിടെ ബൈമാക്സ് ടഡാഷിയുടെ തൊപ്പി കണ്ടതും ടഡാഷി എവിടെയാണെന്ന് ചോദിക്കുന്നു. അതോടെ ഹീറോ സങ്കടത്തോടെ അവൻ പോയെന്ന് പറയുകയും അതോടെ റോബോട്ട് അവൻ എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് ചോദിക്കുമ്പോൾ അവൻ മരിച്ചുപോയെന്നും ഹീറോ പറയുന്നു. അതോടെ ബൈമാക്സ് ടഡാഷിക്ക് കുറെ കാലം ജീവിക്കാനുള്ള ഹെൽത്ത് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് അവൻ മരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഒരു തീപിടുത്തത്തിൽ അവൻ മരിച്ചുവെന്നും ഹീറോ പറയുകയും അതോടെ ബൈമാക്സിന് കാര്യം മനസ്സിലാവുകയും ചെയ്യുന്നു. ഇതിനിടെ ഹീറോ എനിക്ക് വല്ലാതെ വേദനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കതിന് മുറിവൊന്നും ഇല്ലല്ലോ എന്ന് ബൈമാക്സും ചോദിക്കുകയും അതോടെ എനിക്ക് മനസ്സിലാണ് വേദന എന്നും ഹീറോ പറയുകയും ഇതിനിടെ ബൈമാക്സ് അവന്റെ കമ്പ്യൂട്ടറിൽ നിന്നും ഫ്രണ്ട്സിന്റെ ഒക്കെ നമ്പർ എടുത്ത് കോൺടാക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ വേണ്ട
എന്ന് പറയുകയും അതോടെ ബേമാക്സ് അവനെ കെട്ടിപ്പിടിക്കുകയും ഇതും ഒരു ചികിത്സയാണെന്ന് പറയുകയും അതോടെ ഹീറോ ബേമാക്സിനോട് താങ്ക്സും പറയുന്നു. ഇതിനിടെ ബേമാക്സ് അവനോട് തീപിടുത്തം എവിടെയാണ് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹീറോ അത് പറഞ്ഞു കൊടുക്കുകയും എന്റെ മൈക്രോബോട്ടിനെ മോഷ്ടിക്കാൻ അവനവിടെ തീയിട്ടതായിരിക്കാം മനഃപൂർവ്വം. അപ്പോ അവനാണ് എന്റെ ചേട്ടനെ കൊന്നത്. അപ്പോ അവനെ എങ്ങനെങ്കിലും നമുക്ക് കണ്ടുപിടിക്കണം എന്ന് ഹീറോ പറയുമ്പോൾ ബേമാക്സും കൂടെ നിൽക്കുന്നു. അതോടെ അവരുടെ ആന്റി കാണാതെ അവർ താഴെ വർക്ക്ഷോപ്പിലേക്ക് പോകുന്നു. ശേഷം അവൻ ബേമാക്സിനെ സ്കാൻ ചെയ്യുകയും നിനക്ക് കുറച്ച് അപ്ഗ്രേഡ് ഒക്കെ വേണമെന്ന് പറഞ്ഞ് അവൻ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യുകയും ബേമാക്സിന് വേണ്ടി ഒരു സ്യൂട്ടൊക്കെ ഉണ്ടാക്കുകയും ശേഷം അവൻ അത് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ചിപ്പ് ഉണ്ടാക്കുകയും അത് ബേമാക്സിലേക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ ഓരോന്ന് പൊട്ടിക്കാനൊക്കെ പറയുമ്പോൾ ബേമാക്സ് അതൊക്കെ അടിച്ചു പൊട്ടിക്കുകയും പല രീതിയിലുള്ള ഫൈറ്റുകളൊക്കെ ബേമാക്സ് പഠിക്കുകയും ചെയ്യുന്നു. ശേഷം ഹീറോ അവനെ കൂട്ടുകാരൊക്കെ ചെയ്യുന്നത് പോലെ കൈമുട്ടി ആഘോഷിക്കുന്നതൊക്കെ അവന് പഠിപ്പിച്ചു കൊടുക്കുകയും ശേഷം അവർ വില്ലൻ ഇരിക്കുന്ന പഴയ ബിൽഡിംഗിലേക്ക് ഓടിപ്പോവുകയും ചെയ്യുന്നു. ശേഷം ആ ബിൽഡിംഗിലേക്ക് അവർ എത്തുകയും ബേമാക്സ് അവിടെയുള്ള വാതിലൊക്കെ ചാവട്ടി പൊളിച്ച് ഉള്ളിലേക്ക് കയറുന്നു. പക്ഷെ അവർ ആരെയും കാണുന്നില്ല. അതോടെ ഹീറോ കുപ്പിയിലിട്ട മൈക്രോബോട്ടിനെ നോക്കുമ്പോൾ അത് വലതുവശത്തേക്ക് പോവാൻ നോക്കുകയും അതോടെ അവൻ അങ്ങോട്ടേക്ക് ഓടാനും തുടങ്ങുന്നു. ശേഷം അവൻ ഓടി ഓടി കടലിന്റെ അടുത്താണ് എത്തുന്നത്. ശേഷം കുപ്പിയിലിട്ട മൈക്രോബോട്ട് പറന്നു പോവുകയും ചെയ്യുന്നു. അതോടെ അവൻ നോക്കുമ്പോൾ വില്ലൻ അങ്ങോട്ടേക്ക് വരികയും അതോടെ ബേമാക്സും ഹീറോയും അവിടെ ഒളിക്കുന്നു. ശേഷം അവൻ നോക്കുമ്പോൾ മാസ്ക് ഇട്ടവൻ എന്തൊക്കെയോ കടലിൽ നിന്നും എടുത്തുകൊണ്ടു പോവുകയാണ്. അതോടെ ഹീറോ അവനെ അടിക്കാൻ സമയമായി എന്ന് പറയുകയും ബേമാക്സിനോട് റെഡിയാവാനും പറയുമ്പോൾ ടഡാഷിയുടെ ഫ്രണ്ട്സ് അങ്ങോട്ടേക്ക് വരുന്നു. അതോടെ ഹീറോ നിങ്ങളെന്താണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അവരോട് പോവാൻ പറയുമ്പോൾ ഞങ്ങളെ ബേമാക്സ് കോണ്ടാക്ട് ചെയ്തതാണെന്ന് അവരും പറയുന്നു. അതോടെ ബേമാക്സ് ഫ്രണ്ട്സ് കൂടെയുള്ളത് എപ്പോഴും നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ റെഡും അതേന്നൊക്കെ പറയുകയും അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള കണ്ടെയ്നറൊക്കെ പൊങ്ങി മാസ്ക് ഇട്ടവൻ കണ്ടെയ്നർ അവരുടെ മേലേക്ക് വലിച്ചെറിയുമ്പോൾ ബേമാക്സ് അത് പിടിക്കുകയും അതോടെ അവരെല്ലാവരും ഓടി കാറിലേക്ക് കയറുകയും ചെയ്യുന്നു. അതോടെ അവർ പോകാൻ നോക്കുമ്പോൾ ബേമാക്സ് അവനെ നോക്കിക്കോളും എന്നൊക്കെ ഹീറോ പറയുകയും ഇതിനിടെ ബേമാക്സ് മുകളിൽ നിന്നും കാറിന്റെ മേലേക്ക് വന്നു വീഴുന്നു. അതോടെ മാസ്കുകാരൻ അവരെയും ആക്രമിക്കാൻ വരികയും അതോടെ വാസാബി വണ്ടി ചാവട്ടി അങ്ങോട്ട് എടുക്കുന്നു. അതോടെ ഗോഗോ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ മൈക്രോബോട്ട് മോഷ്ടിച്ചെന്നും അവനാണ് എന്റെ ചേട്ടനെ കൊന്നത് എന്നൊക്കെ ഹീറോ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനിടെ വാസാബി വണ്ടി പറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില്ലനും ബാക്കിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടെ വാസാബി മുന്നിൽ റെഡ് ലൈറ്റ് കാണുകയും അതോടെ അവൻ വണ്ടി അവിടെ നിർത്തുകയും ചെയ്യുന്നു. ശേഷം അവൻ പച്ച ലൈറ്റ് കത്തുന്നതുവരെ കാത്തു നിൽക്കുകയും ശേഷം അവൻ വണ്ടി എടുക്കുകയും ചെയ്യുന്നു. അതോടെ വില്ലൻ അടുത്തെത്തിയിരിക്കുകയാണ്. അതോടെ ഗോഗോ കയറി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുകയും വണ്ടി പറപ്പിക്കാനും തുടങ്ങുന്നു. ഇതിനിടെ വില്ലൻ മുന്നിൽ വരികയും അതോടെ ഗോഗോ ആൻഡ്രയ്ക്കൊക്കെ വലിച്ച് സ്പീഡ് കൂട്ടി പാർത്തിയൊക്കെ എടുക്കുന്നു. ശേഷം അവർ സ്പീഡിൽ പോകുമ്പോൾ വില്ലൻ അവരെ മുഴുവനായി മൈക്രോബോട്ട് വെച്ച് മൂടുകയും അതോടെ അവർ ചവിട്ടി വിടുകയും അത് പൊട്ടിച്ച് കടലിലേക്ക് പോയി വീഴുകയും ചെയ്യുന്നു. അതോടെ വില്ലൻ അവരെ വന്ന് നോക്കുകയും കടലിൽ മുങ്ങിപ്പോയത് കണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇതിനിടെ ബേമാക്സിന്റെ സ്യൂട്ടൊക്കെ അഴിഞ്ഞു പോവുകയും അതോടെ അവരെല്ലാവരും അവനെ പിടിച്ച് മുകളിലേക്ക് പൊങ്ങി വരികയും ചെയ്യുന്നു. ശേഷം അവർ നമ്മളിനി എവിടെ പോകും എന്നൊക്കെ ചോദിക്കുമ്പോൾ പറ്റിയൊരു സ്ഥലമുണ്ട് എന്ന് ഫ്രെഡ് പറയുകയും അവരെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ശേഷം അവർ എത്തുന്നത് വലിയൊരു കൊട്ടാരത്തിന്റെ മുന്നിലാണ്. ഇതിനിടെ ഗോഗോയ്ക്ക് ദേഷ്യം പിടിക്കുകയും നനഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നിനക്ക് പറ്റിക്കണം എന്നൊക്കെ പറഞ്ഞ് അവനോട് ചൂടാകുമ്പോൾ ഒരാൾ വന്ന് വാതിൽ തുറക്കുകയും വെൽക്കം മാസ്റ്റർ ഫ്രെഡ് എന്നൊക്കെ പറഞ്ഞ് അവനെ സ്വീകരിക്കുന്നത് കണ്ട് അവർ ഞെട്ടിപ്പോകുന്നു. ഇതിനിടെ ഫ്രെഡ് അവനെ കൈയൊക്കെ കുത്തി ഉള്ളിലേക്ക് പോകുമ്പോൾ ബേമാക്സും കൈ കുത്തുകയും ഹീറോ പഠിപ്പിച്ചതുപോലെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ വീടിന്റെ ഉള്ളൊക്കെ കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. ശേഷം ഫ്രെഡ് അവരെ അവന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവർ നോക്കുമ്പോൾ അവന്റെ റൂമിൽ മുഴുവൻ മോൺസ്റ്റേഴ്സിനെ വെച്ച് നിറച്ചിരിക്കുകയാണ്. ഇതിനിടെ ഹീറോ അവിടെയുള്ള കസേരയിൽ ഇരിക്കുകയും അവൻ അവിടെയുള്ള പേപ്പറിൽ എന്തോ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ബേമാക്സ് അങ്ങോട്ടേക്ക് വരികയും അവൻ തണുത്തിരിക്കുന്നത് കണ്ട് അവനെ ചൂടാക്കുന്നു. അതോടെ എല്ലാവരും ബേമാക്സിന്റെ മേലെ വന്ന് ചാരുന്നു. ഇതിനിടെ ഹീറോ ചിത്രം വരച്ചു കഴിയുകയും ഈ സിമ്പിൾ ആർക്കെങ്കിലും അറിയോ എന്ന് ചോദിക്കുമ്പോൾ അവർ ആർക്കും അറിയില്ല എന്ന് അവർ പറയുന്നു. ഇതിനിടെ ഫ്രെഡ് നീ അന്ന് പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇയാൾ നിന്റെ മൈക്രോബോട്ട് ചോദിച്ചു വന്നില്ല, ചിലപ്പോൾ ഇയാളായിരിക്കാം ആ മാസ്കിട്ട് വന്നത് എന്നൊക്കെ ഫ്രെഡ് പറയുമ്പോൾ അവരായിരിക്കില്ല എന്നൊക്കെ കൂടെയുള്ളവർ പറയുകയും ഇതിനിടെ ബേമാക്സ് മാസ്കിട്ടവന്റെ ബ്ലഡ് ഗ്രൂപ്പ് AB നെഗറ്റീവ് ആണെന്നൊക്കെ പറയുകയും അതോടെ ഹീറോ നീ അവനെ സ്കാൻ ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതല്ല എന്റെ ജോലി എന്നും ബേമാക്സ് പറയുന്നു. അതോടെ അവന് സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാമെന്നൊക്കെ ഹീറോ പറയുമ്പോൾ ഈ സിറ്റിയിലെ ഓരോരുത്തരെയും സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കുമ്പോഴേക്കും വർഷങ്ങളാവും എന്ന് ഗോഗോ പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് ഹീറോ പറയുകയും ഈ സിറ്റി മുഴുവനും നമ്മൾ ഒരുമിച്ച് സ്കാൻ ചെയ്യാൻ പോവുകയാണെന്ന് ഹീറോ പറയുകയും ശേഷം അവൻ അവിടെയുള്ള ഫ്രെഡിന്റെ ടോയ് കണ്ടതും നമ്മൾ അതുപോലെ സ്യൂട്ടൊക്കെ ഇട്ട് റെഡിയാവണം എന്ന് പറയുകയും ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ പറ്റില്ല, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പറ്റുമെന്ന് ഹീറോ പറയുമ്പോൾ ടഡാഷി ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ടഡാഷിക്ക് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ് അവരും അവന്റോടൊപ്പം കൂടുന്നു. ശേഷം ഹീറോ മാസ്ക് ഇട്ടവനെ പറ്റി പറയുകയും അവന്റെ തലയിലിരിക്കുന്ന മാസ്ക് ആണ് ട്രാൻസ്മിറ്റർ, അത് ഊരിക്കഴിഞ്ഞാൽ അവന്റെ കഥ കഴിഞ്ഞു. ശേഷം അവർ ഓരോരുത്തരും ലാബിൽ കണ്ടുപിടിച്ച സാധനങ്ങളൊക്കെ സ്യൂട്ടായി ഉണ്ടാക്കുകയും ശേഷം അവിടെയുള്ള ആളിൽ അത് പരീക്ഷിക്കുകയും ചെയ്യുന്നു.
ശേഷം അതൊക്കെ കഴിഞ്ഞ് ഹീറോ അവർക്ക് ബേമാക്സിനെ കാണിച്ചു കൊടുക്കുകയും നിന്റെ പുതിയ സെറ്റ് ചെയ്ത കൈ അവർക്ക് കാണിച്ചു കൊടുക്കൂ എന്ന് പറയുകയും അതോടെ ബേമാക്സ് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ശേഷം ഹീറോ പറക്കാനുള്ള ചിറക് റെഡിയാക്കാൻ പറയുകയും ഹീറോ ബേമാക്സിന്റെ മേലേക്ക് കയറി നിൽക്കുകയും പറക്കാൻ പറയുകയും ചെയ്യുന്നു. അതോടെ ബേമാക്സ് പറക്കാൻ ശ്രമിക്കുകയും ഇതിനിടെ തറയിലൂടെയൊക്കെ പറക്കുകയും കൺട്രോൾ ഇല്ലാതെ എങ്ങനെയൊക്കെയോ പറന്നു പോവുകയും ചെയ്യുന്നു. ഇതിനിടെ മുന്നിൽ ഒരു പ്രതിമയെ ഇടിക്കാൻ പോയതും ബേമാക്സ് മുഴുവൻ ട്രസ്റ്റ് കൊടുക്കുകയും അതോടെ മുകളിലേക്ക് പറന്നു പോകുകയും ചെയ്യുന്നു. അതോടെ ഹീറോയ്ക്ക് പേടിയാവുകയും താഴേക്ക് പോകാമെന്ന് പറയുമ്പോൾ ബേമാക്സ് ത്രസ്റ്റ് അങ്ങ് ഓഫാകുന്നു. അതോടെ താഴേക്ക് ഒറ്റയടിക്ക് പോവുകയും വീണ്ടും ഹീറോ ത്രസ്റ്റ് കൊടുക്കാൻ പറയുന്നതോടെ വീണ്ടും മുകളിലേക്ക് പോവുകയും ബ്രിഡ്ജിന്റെ മുകളിലായി നിൽക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ബേമാക്സ് ഹീറോയിനെ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ മൂഡ് ഓഫ് ഒക്കെ പറക്കുമ്പോൾ മാറുന്നുണ്ട് എന്ന് മനസ്സിലാവുകയും അതോടെ ബേമാക്സ് താഴേക്ക് എടുത്തു ചാടുകയും പല രീതിയിലും പറക്കുകയും ചെയ്യുന്നു. ശേഷം അവർ ഒരു സ്ഥലത്ത് മുകളിൽ പോയി ഇരിക്കുകയും ഇതിനിടെ ബേമാക്സ് നിങ്ങളുടെ മൂഡ് ഓഫ് ഒക്കെ മാറിയിട്ടുണ്ടെന്നും നിങ്ങൾക്ക് എന്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ ഓഫ് ആവട്ടെ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ ആവശ്യം എനിക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്ക് മൈക്രോബോട്ട് കട്ടെടുത്തവനെ കണ്ടുപിടിക്കണ്ടേ, അതുകൊണ്ട് നീ സിറ്റി മുഴുവൻ സ്കാൻ ചെയ്യും എന്ന് ഹീറോ പറയുമ്പോൾ ബേമാക്സ് സിറ്റി മുഴുവനും സ്കാൻ ചെയ്യുകയും ഇതിനിടെ തൊട്ടടുത്തുള്ള ഐലൻഡിൽ അയാളുണ്ടെന്നും മനസ്സിലാവുന്നു. അതോടെ ഹീറോയും ഫ്രണ്ട്സും അങ്ങോട്ടേക്ക് പോകുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടിയതിനാൽ 2 പാർട്ടായിട്ടാണ് വീഡിയോ ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ പാർട്ടുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം ആർ.